എന്നെ കണ്ടിട്ടില്ലേ അസ്സലാമു അലൈക്കും. അവൻ മൂപ്പരായിട്ട് പോവുകയും ചെയ്തു. പിന്നെ മൂന്നാമത്തോട്ട് സാദിഖ് അസ്സലാമു അലൈക്കും മുന്നോട്ട് പോയി. അങ്ങനെ വന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുഴപ്പമില്ല, അത് സാദിഖിന്റെ മേത്തിട്ടാണ്, എന്റെ മേത്തിട്ടാ മതി. സാദിഖ് ഞാനും സാദിഖും തമ്മിൽ തെറ്റി. അപ്പൊ എന്റെ അടുത്തേക്ക് സാദിഖ് വന്നു, മൗലിയാരെ അസ്സലാമു അലൈക്കും. ഞാൻ മിണ്ടില്ല. രണ്ടാമത്തെ വട്ടവും അസ്സലാമു അലൈക്കും, മിണ്ടില്ല. മൂന്നാമത്തെ വട്ടവും അസ്സലാമു അലൈക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോ മുമ്പേ നോക്കാം, ഒരു തുപ്പും വേണമെങ്കിൽ. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്. രണ്ടുപേര് തമ്മിൽ ഭയങ്കര എതിരാണ്. ആ എതിരാളിയെ കണ്ടാൽ തുപ്പുന്ന ആൾക്കാരുണ്ട്. മുത്തുനബി പറയാണ്, അങ്ങനെ ഒരാള് നിങ്ങളുമായിട്ട് ശത്രുത പുലർത്തിയാൽ അവനെ കാണുമ്പോൾ നിങ്ങൾ തുപ്പരുത്. തുപ്പുന്ന പരിപാടി ആദ്യം നടത്തിയത് ശൈത്താനാണെന്ന് റസൂലുള്ളാഹ്. ശത്രുവിനെ കാണുമ്പോൾ തുപ്പുന്ന പരിപാടി നടത്തിയ ആദ്യത്തെ ആള് ശൈത്താനാണ്. അവന്റെ മേൽ ശൈത്താനിയത്തുള്ളത് കൊണ്ടാണ് ശത്രുവിനെ കാണുമ്പോൾ തുപ്പാൻ തോന്നുന്നത്. അപ്പൊ സ്വാദിഖിനോട് അസ്സലാമു അലൈക്കും, ഞാൻ മിണ്ടില്ല. അസ്സലാമു അലൈക്കും, മിണ്ടില്ല. അസ്സലാമു അലൈക്കും, ശൈത്താനാ ഞാന്. നെറ്റിയിലുള്ള നമസ്കാരത്തായമ്പല്ല മുസ്ലിമിനടയാളം സോദരാ. അങ്ങനെ ആരും വിചാരിക്കണ്ട വലിയ തലയെക്കെട്ട് കെട്ടിയാലാണ് സ്വർഗം കിട്ടുക എന്ന് വിചാരിക്കണ്ട. നീണ്ട താടി വച്ചാലാണ് സ്വർഗം ലഭിക്കുക എന്ന് വിചാരിക്കണ്ട. സ്വർഗാവകാശികളുടെ അടയാളങ്ങളൊക്കെ തന്നെയാണ്. നീളക്കുപ്പായം ധരിക്കലാണ് സ്വർഗാവകാശിയുടെ അടയാളം എന്ന് വിചാരിക്കണ്ട. നെറ്റിയിൽ 14-ാം രാവ് പോലെ ഉദിച്ചു നിൽക്കുന്ന നിസ്കാരത്തേമ്പാണ് സ്വർഗത്തിന്റെ അടയാളമെന്ന് ചിന്തിക്കണ്ട, വിചാരിക്കണ്ട. അതൊന്നും സ്വർഗത്തിന്റെ അടയാളമായിട്ട് എണ്ണാൻ പറ്റില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, സ്വർഗാവകാശിയുടെ അടയാളം എന്താണ് നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സൽ സ്വഭാവമാണ്. സൽ സ്വഭാവം, നല്ല സ്വഭാവത്തിന്റെ ഉടമയാകുക. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. അപ്പം സ്വാദിഖ് എന്നെ കണ്ടു, സലാം പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞു, 2 വട്ടം പറഞ്ഞു, 3 വട്ടം പറഞ്ഞു. ഞാൻ മടക്കില്ല. അപ്പൊ സ്വാദിഖ് ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോ, നിങ്ങളെ പേരെന്താണ്? മാനുവാക്ക്. മാനുവാക്ക് ഒരു പേരുണ്ടാവുമല്ലോ. മാനുവൊക്കെ നാസർ, അബ്ദുൽ നാസറാണ്. അൽഹംദുലില്ലാഹ്. മാനുവാക്ക സ്വാദിഖിനോട് പറഞ്ഞു, അല്ല സാദിഖ്, ഇജ്ജ് ഇങ്ങനെ മൂപ്പരെടുത്ത് സലാം പറയാൻ പോയി? മൂപ്പര് മടക്കൂല നമുക്കറിയില്ലേ? മൂപ്പര് മടക്കൂല നമുക്കറിയില്ലേ? ഇജ്ജെന്തിനാ അങ്ങനെ സലാം പറയാൻ പോയി സ്വാദിഖ? അപ്പൊ സ്വാദിഖ് പറയേണ്ട എന്താണ്? മാനുവാക്കെ, സാരല്ല, എന്റെ മുത്തുനബി തങ്ങൾ എനിക്ക് ഓഫർ ചെയ്ത കാര്യം എന്താണ്? അങ്ങനെ നിങ്ങൾ സലാം പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, വഇൻ സല്ലമ അലൈഹി, പിണങ്ങിയവനോട് ഒരാൾ സലാം പറഞ്ഞു, വലം യഖ്ബൽ സലാമഹു, നിങ്ങളുടെ സലാം അയാൾ മടക്കിയിട്ടില്ല. സ്വാദിഖിനോട് സലാം പറഞ്ഞു, ഞാൻ മടക്കിയിട്ടില്ല എങ്കിൽ റദ്ദത്ത് അലൈഹിൽ മലായിക, ആകാശലോകത്തിൽ നിന്ന്, ഭൂമിലോകത്തിന്റെ പരഭാഗത്തിൽ നിന്ന് മഹാന്മാരായ മാലാക്കന്മാര് സ്വാദിഖിനെ തേടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് സ്വാദിഖിന്റെ കൈ പിടിക്കുന്നതാണ്. സ്വാദിഖിനോട് വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം, വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞ് സ്വാദിഖിന്റെ കൈ പിടിച്ച് എല്ലാവരും മഹാന്മാരാകുന്ന മലക്കുകൾ മടക്കുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അതിക്കെ 3 സലാം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മെച്ചെന്താണ്? മുഴുവൻ മലക്കുകളും നിങ്ങളെ സലാം മടക്കി. പക്ഷെ കൊതിക്കരുത്, മൂപ്പര് മടക്കാതെ നിന്നാ മതി. കൊതിക്കരുത്, മനസ്സിലായില്ല? തെറ്റിയ ഒരാളോട് ഉണ്ടാകുമ്പോ മൂപ്പര് മടക്കാൻ നിന്നാ മതി എന്നാൽ എൻ്റെ മലക്കളൊക്കെ സലാം പറയാം. അത് വിചാരിക്കരുത്. മടക്കിയ 2 കൂട്ടർക്ക് അതിന്റെ കൂലിയിട്ടുന്നാണ്. 2 കൂട്ടരോട് മലക്കൾ സലാം മടക്കും. ഇനിയോ മടക്കാതെ അഹങ്കാരത്തോടുകൂടെ പിരിഞ്ഞുപോയ മൂല്യാരുണ്ടല്ലോ. മൂല്യാരെ തറവാടിന്റെ മഹിതയാണ് മടക്കാഞ്ഞത്. ഞാൻ മടക്കൂല, ഞാൻ അപ്പക്കാട്ടിലെ തറവാടാ, ഞാൻ പൂച്ചമാന്തിക്കര തറവാടാ. അടിച്ച് വെല്ലിച്ച് നാളെ മാഷ പോലുമില്ലാത്ത നല്ല മനുഷ്യന്മാരുള്ള ഈ നാട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് സംഗമിക്കണം. ഇതുപോലെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവന്റെ മുത്തുമുഅ്മിനീങ്ങളെ, അഹങ്കാരം പാടില്ല.
നന്മകൾ എല്ലാവരോടും, ഭാര്യയോട്, മക്കളോട്. ഒരൊറ്റ ഹദീസും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരൊറ്റ ഹദീസ്, കുഞ്ഞു ഹദീസ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതൊരു വലിയ ഹദീസാണ്. ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. സ്വർഗലോകത്തിന്റെ എൻട്രിയിൽ ഒരു കൊട്ടാരമുണ്ട് സ്വഹാബ. സ്വർഗലോകത്തിന്റെ എൻട്രിയിൽ ഒരു കൊട്ടാരമുണ്ട് സ്വഹാബ. ആ കൊട്ടാരം ആർക്കു വേണ്ടിയാണോ, ആർക്കു വേണ്ടിയാണെന്നറിയോ? ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖാ. വിമാനമിത്തങ്ങൾ പറയാൻ, ലിമൻ ഒരുത്തനിക്കുള്ളതാണ് ആ കൊട്ടാരം. ആരാണവൻ? ലിമൻ ഒരുത്തനാണ്. തറക്കൽ മിറാഅ, അവൻ തർക്കത്തിന് ഉപേക്ഷിച്ചവനാണ്. ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖാ. അവന്റെ അടുത്ത് സത്യം ഉണ്ടായിട്ടും തർക്കം ഉപേക്ഷിച്ച മനുഷ്യന്മാർ. ഉദാഹരണം ഞാൻ പറയട്ടെ, ലിമൻ തറക്കൽ മിറാഅ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സഹോദരിമാരാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്, അപ്പൊ അവരുമായിട്ട് ചേർത്തൊരു ഉദാഹരണം പറയാം. അമ്മായിയമ്മയും മരുമകളും അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിൽ കറി ഉണ്ടാക്കുന്ന ഡ്യൂട്ടി മരുമകൾക്കാണ്, കഞ്ഞി ഉണ്ടാക്കുന്നത് അമ്മായിമ്മക്കും. പറച്ചിൽ എന്താണ്? ഞാൻ ഇങ്ങനെ പേറുകയാണ്, ഓളിങ്ങനെ തിന്നേണ്ടെന്ന്. അങ്ങനല്ല പാവം. ഇപ്പൊ പഴയ ശൈലി ഒന്നല്ലട്ടോ മുത്തുമിന്. നല്ല മനുഷ്യന്മാരാണ് അൽഹംദുലില്ലാഹ്. സപ്പോസ് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്. ഉദാഹരണം പറയുമ്പോൾ നമ്മളല്ലാന്ന് കരുതിയാൽ ഞാനും സ്വാദിക്കും തെറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തെറ്റിയെന്ന് പറഞ്ഞില്ലേ, ഒരു ഉദാഹരണമാണ്. സ്വാദിക്കല്ല അതൊന്നും, തെറ്റിന്ന് പറഞ്ഞല്ലോ, അതൊരു ഉദാഹരണം പറഞ്ഞു. അമ്മായിമ്മയും മരുമകളും തമ്മിൽ വീട്ടുജോലി ചെയ്യാൻ. അപ്പൊ അമ്മായിമ്മ പറഞ്ഞു, കറിയിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ. മരോക്ക് ശരിക്കറിയാം ഉപ്പിട്ടിട്ടത്. ഉപ്പ് ഇട്ടത് ശരിക്ക് അറിയാം, മരോളാണ് ഉപ്പിട്ടത്. ഞാൻ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അമ്മായിമ്മ പറയണ ഉപ്പിട്ടിട്ടില്ല. മരോള് പറയാ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അമ്മായിമ്മ പറയാണ്, ഞാൻ പറഞ്ഞത് കേട്ടോ, എന്റെ പുതിയാപ്പളം കേട്ട് വന്നാ ഞാൻ പറഞ്ഞു കൊടുക്കും ഉപ്പിട്ടിട്ടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ സമയത്ത് അവിടെ വാദവും പ്രതിവാദവും നടത്തി വിജയിക്കുകയല്ല വേണ്ടത്. വേഗം ഉപ്പിന്റെ പാത്രം എടുക്കുക, എന്നിട്ട് അതിനൊരു നുള്ള ഉപ്പ് അതിലേക്ക് ഇടുക. തോനിടരുത്, കാരണം നമ്മൾ തോനിട്ട് എന്നുള്ളത് നമുക്കറിയാലോ. അവിടെ അമ്മായിമ്മനെ തോൽപ്പിക്കാൻ വേണ്ടി 2 സ്പൂണ് ഉപ്പ് അതിലേക്ക് കൊണ്ട് വാരിയിട്ടാ പിന്നെ ആ കറി ഒന്നിനും പറ്റാതെയാകും. ഒത്തിരി ഉപ്പിടുക, എന്നിട്ട് ആ തർക്കണ്ട് അവസാനിപ്പിക്കുക. ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖാ. എന്റെ മോളെ, നിനക്ക് സ്വർഗലോകത്തിൽ ഒരു കൊട്ടാരം അല്ലാഹു പണിത് വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് കറി ഞാൻ തലേ കൂടെ പാരും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായി, അതവിടെ നിർത്തുക. മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് ഭർത്താവ് കുപ്പായം എടുത്തു, ഭാര്യയോട് പറഞ്ഞടി ഈ കുപ്പായം അലക്കിയിട്ടില്ലല്ലോ. ശരിക്ക് അലക്കിയത് നമ്മളാ, ശരിക്കും അലക്കിയത് അറിയും. കാക്കെ ഞാൻ അലക്കിയാണ്, കാക്കെ ഇത് അലക്കിയിട്ടില്ല, ഞാൻ അലക്കിയാണ് കാക്കെ ഇത് എന്നായിക്കോട്ടെ, നിങ്ങൾക്ക് എടുത്ത് ഞാൻ അലക്കോളാം അറിയാം. ബസ് ആടെ പിന്നെ തർക്കിക്കണ്ടോ? സത്യമുണ്ടായിട്ടും തർക്കം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് നാളെ സ്വർഗലോകത്തിൽ ഒരു കൊട്ടാരം അല്ലാഹു പണിത് വെച്ചു കൊടുക്കുന്നതാണ്. ആ കൊട്ടാരം കിട്ടണമെന്ന് പൂതിയുണ്ടോ? ആളുകൾക്കുണ്ടോ? ഞാൻ കൈ പൊന്തിക്കാൻ പറഞ്ഞ പൊന്തിക്കലുണ്ടാവില്ല. അത് ആഗ്രഹിക്കുന്നവർ ബിസ്മി ചൊല്ലി കൈ പൊന്തിച്ചോളി. ഞാൻ പൊന്തിച്ചോളി ഇല്ലേ? ആഗ്രഹല്ലേ? ആഗ്രഹമുള്ളവർ ഇന്ന് ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? തർക്ക വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും, അതിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോരും. പൊന്തിച്ചാൽ എന്റെ വീട്ടിലേക്ക് വെളിച്ചും കാറ്റൊന്നും വരൂല പോക്കറ്റി. അതുകൊണ്ട് ദയവ് ചെയ്ത് ജി 4 ഒതുക്കും, എന്നാലും എന്റെ വീട്ടിലേക്ക് വെളിച്ചും കാറ്റും വരുള്ളൂ. ചിലക്കണ്ടടന്നത് നിന്റെ പറമ്പ, നിന്റെ അതിര, ഞാൻ നോക്കും, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ കിട്ടും. 8 കെട്ടാൻ വിചാരിച്ചിട്ട് 9ഉം 10ഉം കെട്ടിക്കഴിഞ്ഞാൽ
നിന്റെ കൺമതിൽ കൊണ്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും വരുന്നില്ലെങ്കിൽ മോനെ, നീ എന്ത് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്ത് ചെയ്തിട്ട് കാര്യമില്ല, നിന്റെ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അതൊരു ഉദാഹരണം ഹദീസിൽ വന്നതാണ്, ഹദീസിലുള്ളതാണ്. ഇനി ബാക്കിയൊക്കെ കണ്ട് കൂട്ടിയാൽ മതി. അയൽവക്കത്തെ നഫീസാത്ത വന്നു, മറിയമേ അന്റെ വീട്ടിലുള്ള പിന്നെ സപ്പോട്ട മരം ഉണ്ടല്ലോ, ആ സപ്പോട്ട മരത്തിന്റെ 2 ചില്ലെന്റെ വീട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതിന്മേൽ നിറച്ച് ഇലയുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് എന്റെ മുറ്റത്ത് പോകും. ഞാൻ അടിച്ചു വാരി കുഴങ്ങിയിട്ടുണ്ട്, എന്റെ ഊരൊക്കെ വേദന ആവുന്നുണ്ട്. മറിയം ആ കൊമ്പൊന്ന് വെട്ടിത്തരുവോ ചോദിച്ചാൽ നമ്മൾ എന്താ, മൊരടോട് കൂടെ ആ മരം മുറിച്ചു മാറ്റണം. അതിൽ എത്ര വലിയ കായ്ക്കണ വലിയ മരാണെങ്കിലും അത് മുറിച്ചു മാറ്റണം. മനസ്സിലായിട്ടില്ലേ അയൽവാസി? നമ്മൾ കുറച്ച് വളം കുറച്ചുകൂടി വാങ്ങി കൊണ്ടുവരുന്നിട്ട് ഇതിലെ കുറച്ചുകൂടി വളർത്തി 4 അലയും കൂടെ അധികം ഉണ്ടാക്കാൻ നോക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ശുചായികളായി നടക്കുന്ന നാട്ടില് ആൾക്കാരെ മുഴുവനും പിത്തനുണ്ടാക്കുക, ആളുകളെ മുഴുവൻ വെറുപ്പിക്കുക, ആളുകളെ മുഴുവൻ കഷ്ടപ്പെടുത്തുക. അതിനോട് ഒരു ഫലവും ഉണ്ടാവില്ല. സൽ സ്വഭാവിയെ നാളെ സ്വർഗത്തിൽ വലിയ സ്ഥാനത്തിലെത്തുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാഠം ഇതാണ്, സൽ സ്വഭാവിയായി മാറുക, മറ്റുള്ളവരോട് പിണക്കം അവസാനിപ്പിക്കുക. തിരിഞ്ഞോ? തൗഫീഖ് നൽകട്ടെ. എഴുന്നേറ്റ് നിൽക്കും എല്ലാവരും. അധ്വാനിക്കും. അവര് അധ്വാനിച്ച് രാത്രി 10 മണി സമയത്തിൽ വീടിന്റെ അടുക്കളയുടെ വാതിൽ കുറ്റിയിടുന്നൊരു ശബ്ദം കേൾക്കാം. അപ്പത്തിനേക്ക് നമ്മൾ പള്ള ഫുള്ളാക്കി നല്ല എണ്ണൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി അങ്ങാടി പോയി 4 സോറിയും പറഞ്ഞ് 4 വാട്സപ്പിലൂടെ മെസ്സേജ് വായിച്ച് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കൂടെ നോക്കി ചെക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് 10 മണിയാകുന്ന സമയത്തിൽ ആ നല്ലോണം പള്ളൊക്കെ ഫുള്ളാക്കി ആ ഫാൻ ഇങ്ങനെ 1ലോ 2ലോട്ട് ഇങ്ങനെ കറക്കി കണ്ണിലേക്കുറക്കം വരാൻ നേരത്ത് രാത്രി 10 മണിയാകുന്ന സമയത്തിൽ അടുക്കളയുടെ വാതിൽ കുറ്റിയിട്ടിട്ട് വിയർത്തൊലിക്കുന്ന ശരീരത്തോടുകൂടെ റൂമിലേക്ക് വരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ ഭാര്യനോടൊന്ന് ചോദിച്ചു നോക്കിയാണ്, എടി നീ എപ്പം തുടങ്ങിയതാണ് ഈ അധ്വാനം? രാവിലെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണല്ലോ നിന്റെ അധ്വാനം. മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ച്, എന്നെ ജോലിക്ക് പറഞ്ഞയച്ച്, എന്റെ ഉമ്മാനെ നോക്കി പാനെ നോക്കി, ഈ വീട് വൃത്തിയാക്കി, എന്റെ വസ്ത്രങ്ങൾ അലക്കി, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടു ജോലി ചെയ്ത് തളർന്ന് 10 മണിയായല്ലോടി നീ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ട് വരുന്നത്. നിന്റെ ശരീരം ആ സകലം വീർത്തിട്ടുണ്ടല്ലോ, നീ ആകെ തളർന്നു പോയിട്ടുണ്ടല്ലോ. എന്താണ് പകരം വേണ്ടത് എന്ന് നാം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇനിയോ എനിക്ക് പകരം വേണ്ടത്, ഇതിന് പകരം എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, കാക്കി ഒരൊറ്റ മിനിറ്റ് 5 മിനിറ്റുകളൊന്ന് കാത്തിക്കണം, ഞാനൊന്ന് മേലുകി വരാം. നല്ല മേലുകഴി നല്ല ഒരു മാക്സിമം ധരിച്ച് നമ്മുടെ അരികിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ മാറിടത്തിലേക്ക് ആ പെണ്ണ് പാവം ചാഞ്ഞു കിടക്കും. എന്നിട്ട് നമ്മുടെ നെറ്റിത്തടത്തിലേക്ക് ചുംബനം ചെയ്യും. എനിക്കൊരു ഉറുപ്പിയും നിങ്ങളുടേത് വേണ്ടത് കാക്ക, നിങ്ങൾ ആധാരത്തിൽ എന്റെ പേര് വേണ്ടതില്ല, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എനിക്കൊരു സ്നേഹം തരണം ഇക്കാക്ക. ആ സമയത്തിലുണ്ട് അവരുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വരാൻ. എന്റെ കാക്കനോട് ചോദിച്ചല്ലോ, എനിക്ക് എന്താ വേണ്ടി? എനിക്കത് മതി കാക്കേ. എനിക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കണം, ഇന്നല്ലാതെ നിങ്ങൾ വേറെ ആരെയും ഇഷ്ടപ്പെടരുത്. ഞാൻ നിങ്ങൾ അത്രക്ക് സ്നേഹിക്കണുണ്ട്. എന്റെ അമ്മാനെ ഒഴിവാക്കിയിട്ടാ ഞാൻ വന്നത്, എന്റെ അപ്പാനെ ഒഴിവാക്കിയിട്ടാ ഞാൻ വന്നത്. എന്റെ നാട്ടിൽ എനിക്ക് കുറെ ചങ്ങാഴ്ചകളുണ്ടായി, ഏറ്റളൊക്കെ ഞാൻ ഒഴിവാക്കി. ഒരു പെരുന്നാളിന് പോലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാതെ നിങ്ങളെ കൂടെ നിൽക്കുന്നത് നിങ്ങളോട് എനിക്ക് അടക്കാൻ കഴിയാത്ത പ്രണയം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്. ആ സമയത്തിലെ ഐറ്റിങ്ങളെ നെറ്റിത്തടത്തിലേക്ക് ചുംബനം ചെയ്തിട്ട് എന്റെ ചക്രവാവേജാറാവണ്ടടി, മരണം വരെ ഞാൻ എന്റെ കൂടെ ഉണ്ടാവും എന്നൊരു വാക്ക് പറഞ്ഞ മുത്തുമിനിങ്ങളെ സ്വർഗത്തിൽ ആ കൊട്ടാരം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. മനസ്സിലായിട്ടില്ലേ? നേരെ മറിച്ച് ഐറ്റിങ്ങളെ തള്ളി പറഞ്ഞ് ആക്ഷേപിച്ചു തെറി പറഞ്ഞു, ഒപ്പം കടക്കാണ് ചവിട്ടി പുറത്താക്കി.
എനിക്കെന്ത് മല മറക്കണ പണിയുള്ളത്? പാവം ഐറ്റിയുടെ ശരി തന്നെയാണല്ലോ. ഇപ്പൊ എന്ത് മല ഞാൻ ഇപ്പൊ അവിടെ മറിച്ച്? ഒരു മലി മറിച്ചില്ലല്ലോ. ഒരു പുല്ലായിട്ട് നിലത്ത് ചുരുണ്ട് മൂടി കിടക്കാണ്. ബനോ ഇവൻ കട്ടിലിന്റെ മുകളിൽ അങ്ങനെ കിടക്കണം. എന്നിട്ട് തഹജ്ജുദിന്റെ നേരത്ത് നീ ചെങ്ങായി 2 വായ വെക്കാൻ പോയിക്കോ. ആ സമയത്ത് തഹജ്ജുദിരിക്കുന്നു. പെണ്ണുങ്ങളെ ചവിട്ടി പുറത്താക്കിട്ടേ മുന്നിലെ സഫില ഇമാമിന്റെ നേരെ ബാക്കിൽ ആ ജമാഅത്ത് തന്നെ ചെയ്യാറുണ്ടാവില്ല. എന്നിട്ട് അവനെ കടന്നു എന്ത് സുബ്ഹാനല്ലാഹ്. അയ്യോ, അതാ ഞാൻ നേരത്തെ പാടിയത്. നെറ്റിയിലുള്ള നമസ്കാരത്തായമ്പല്ല മുസ്ലിമിൻ അടയാളം സോദര. നിങ്ങളടുത്ത് ചേത്താവരുണ്ടാവും. മൊയ്ലാരെ എങ്ങനെയാണ്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എനിക്കറിയാം, എൻ്റെ ഇതൊക്കെ റെക്കോർഡാണ് മുമ്പേ ഫോണില്. മാഷാഅല്ലാഹ് പറയും, മാഷാഅല്ലാഹ് പറയും, മാഷാഅല്ലാഹ്. പിണങ്ങിയിട്ടില്ല. പിണങ്ങാൻ നിങ്ങളവിടെ വേണ്ടേ? എന്നാലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, സന്തോഷം. ഞാൻ ഉറപ്പിച്ചു പറയാം, എൻ്റെ സ്വഭാവ ഗുണം കൊണ്ടല്ല ആവൂല, ഇപ്പം എൻ്റെ ഭാര്യയുടെ സ്വഭാവ ഗുണം കൊണ്ടാവാം. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് അങ്ങനുണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ തന്നെയാണ് അയൽവാസി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒക്കെ ഉമ്മയെ, ഭാര്യയെ, മക്കളെ നിങ്ങൾ അങ്ങോട്ട് കൂട്ടിയാൽ മതി. മക്കളോടൊക്കെ നല്ല നിലക്ക് നിൽക്കണം. നല്ല ഉപദേശം കൊടുക്കും വേണം. നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ അയൽവാസികളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അക്രിം ജാറക വലൗ കാന കാഫിറാ. അവരെ ബഹുമാനിക്കണം. അയൽവാസികളോടുള്ള മഹത്വം പറഞ്ഞ ഹബീബാ നബി തങ്ങൾ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അരികിൽ വന്ന് അയൽവാസിയുടെ മഹത്വം പറഞ്ഞ് ഞാൻ കരുതിപ്പോയി എൻ്റെ സ്വത്തിന് അവകാശി അയൽവാസിയാകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അത്രക്ക് മഹത്വമുണ്ട് അയൽവാസി. മുത്തുനബി പറയാണ്, അയൽവാസിയായ മനുഷ്യന്റെ വീട്ടിലേക്ക് വെളിച്ചമോ പ്രകാശമോ വെളിച്ചമോ കാറ്റോ വരുന്നതിനെ തൊട്ട് തടയുന്ന മറ നിന്റെ വീടിന്റെ അതിർത്തിയിൽ നീ കെട്ടിക്കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റണം എന്ന് ഹബീബ നബി മുഹമ്മദ് മുസ്തഫ. അത് പൊളിച്ചു മാറ്റണം. അതായത് കിഴക്കേ ഭാഗത്തുള്ള അയൽവാസി, ആ അയൽവാസിയുടെ വീടുണ്ട് അവിടെ കിഴക്കേ ഭാഗത്തിൽ. പടിഞ്ഞാറേ ഭാഗത്ത് നിന്നുള്ള കാറ്റ് കിഴക്കേ ഭാഗത്തുള്ള അയൽവാസിയുടെ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് തടയായിട്ട് നമ്മുടെ കൺമതിൽ മാറിയാൽ, അയൽവാസി വന്നിട്ട് പറയാണ്, ഷേഖുവോ അല്ലെങ്കിൽ പോക്കരെ അല്ലെങ്കിൽ ഇന്നിയോ ഇല്ല, മനസ്സിലായില്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമതൊരു കൊട്ടാരമുണ്ട് സ്വഹാബ. ആ കൊട്ടാരം എവിടെയാണെന്നറിയോ? ഫീ വസത്തിൽ ജന്ന, സ്വർഗ്ഗലോകത്തിന്റെ സെൻട്രൽ ഭാഗത്തിലാണ്. അതാർക്ക് വേണ്ടിയാണ്? ലിമൻ തറക്കൽ കദിബ വ ഇൻ കാന മാസിഹാ. ഹബീബാ നബി തങ്ങൾ പറയാണ്, തമാശയിൽ പോലും കളവ് പറയാത്ത മനുഷ്യന്മാർ. തമാശയിൽ പോലും കളവ് പറയാത്ത ആൾക്കാരുണ്ടല്ലോ. ഇജ്ജ് എവിടെയുള്ളത്? ഞാൻ നിൽക്കണ അങ്ങാടിയിലാണ്. എവിടെ? പൊരേ കുത്തിയിരിക്കവന് പൊരയുള്ളവനോട് ഇജ്ജ് എവിടെയുള്ളത്? ഞാൻ നിൽക്കണ അങ്ങാടിയുള്ളവനോട് ഇജ്ജ് എവിടെയുള്ളത്? ഞാൻ നിൽക്കണ പൊരയിലുള്ളത്. ഇങ്ങനെ കള്ളത്തരം പറയാ, കളവ് പ്രചരിപ്പിക്കാൻ പാടില്ല. കളവ് പറയാൻ വേണ്ടി ഒരു ദിവസം പോലും മനുഷ്യന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോ സങ്കടം. ഔദ്യോഗികമല്ലല്ലോ ആ ദിവസം. ഏപ്രിൽ 1 ഇല്ലല്ലോ, ഏപ്രിൽ 1 കഴിഞ്ഞുപോയി. 31 അലാറം വെച്ച് കടന്ന ആൾക്കാരുണ്ട് ഇല്ലേ? ഇപ്പൊ അങ്ങനെ ആരും പറയില്ലല്ലോ. പറയാനെവിടെ നേരം? പൊൽച്ച വരെ വാട്സപ്പിലാ, പിന്നെ കടന്നിറങ്ങല്ലേ, 12 മണിക്കല്ലേ നീക്കണേ, പിന്നെ എവിടെ പറയണം? 150 കുപ്പി ബാക്കിയുണ്ടല്ലോ തേന്. അത് കൊടുത്താലേ, എല്ലാവരും കൊടുത്താലേ. ആ 500 മേലെ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും വാങ്ങിക്കോളും. ബിസ്മില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നാ ഞാൻ നിർത്തണം. അല്ലാഹുവിനെ സ്വീകരിക്കണം റബ്ബേ. ആമീൻ പറയും. പഠിച്ചോനെ ഇനി ഖബൂൽ ചെയ്യണം അല്ലാഹ്. എല്ലാവർക്കും കൊടുക്കും. അല്ലെങ്കിൽ 2 വഴിയുണ്ട്. ഒരു വഴി എന്ന് പറഞ്ഞാൽ ആ തേൻ തിരിച്ചായിട്ട് തന്നെ കൊടുക്കുക. അങ്ങോട്ട് ഓരെടുക്കുമല്ലോ, ഇനി അങ്ങോട്ട് എടുക്കൂല്ലെങ്കിൽ അത് കൊടുത്താക്കി
ഒരു 30 ഉറുപ്പ്യ കിട്ടിയ ലാഭം, 50 ഉറുപ്പ്യ കിട്ടിയ ലാഭമല്ല. 50 ഉറുപ്പ്യ കൊടുത്തേക്ക് അടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആളുകൾ കൊണ്ടോട്ടെ, ആളുകൾ അത് കഴിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ നിർത്തുകയാണ്. ഞാൻ നേരം വഴിയ നാളേക്ക് കർണാടക പോകണം. നാളെ അധികാറ് കഴിഞ്ഞ ഉടനെ